Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ വിൽക്കാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് പാർട്ണർ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. വീടോ സ്ഥലമോ ഫ്ളാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി. യൂണിറ്റ് തല പ്രവർത്തനം ശക്തമാക്കാൻ പദ്ധതിയൊരുക്കി ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. അങ്കമാലി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി. എല്ലാത്തരം ഉൽപ്പന്നങ്ങളും ഉൽപാദകരിൽ നിന്ന് വിൽപ്പനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് വിതരണക്കാർ. കാര്യക്ഷമതയോടെയും സമയനിഷ്ഠയോടെയും കൈകാര്യം ചെയ്യേണ്ട ഒരു തൊഴിൽ മേഖലയാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെത്. അതേസമയം അതിന് തക്കതായ പ്രതിഫലമോ അംഗീകാരമോ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും AKDAക്ക് കമ്മിറ്റികളുണ്ട്. AKDAയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്കമാലി മേഖലയ്ക്കുള്ള പ്രാധാന്യവും ഏറെയാണ്. ഇത് കണക്കിലെടുത്താണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് ഊഷ്മളമായ സ്വീകരണമൊരുക്കാൻ അസോസിയേഷന്റെ അങ്കമാലി മേഖലാ കമ്മിറ്റി തീരുമാനമെടുത്തത്. അങ്കമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്വീകരണ സമ്മേളനം റോജി എം ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ഈ പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ വ്യാപാര മേഖലയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നവരാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട വ്യാപാര രംഗത്തുള്ള മുഴുവൻ അംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ AKDAയും വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ ബിനു മഞ്ഞളി, ഞാൻ നേരത്തെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൊട്ട അയൽവാസി, അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ്, ചാലക്കുടിക്കാരനാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രിയപ്പെട്ട ആൻഡ്രു ചേട്ടൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അദ്ദേഹം ജില്ലയുടെ പ്രസിഡന്റായി വന്നു എന്നതിലും സന്തോഷമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ബെനിച്ചേട്ടനും ആൻഡ്രു ചേട്ടനും ആദ്യമേ തന്നെ എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുകയാണ്. സംഘടനയെ AKDA എന്ന ഈ പ്രസ്ഥാനത്തെ സുശക്തമായി മുൻപോട്ട് നയിക്കുവാനായിട്ട് അവരുടെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ വ്യാപാര രംഗത്ത്, പ്രത്യേകിച്ച് ചെറുകിട മേഖലയിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ GST വന്നതുമൂലം ഉണ്ടായിരിക്കുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് പലതരത്തിലുള്ള ഫ്ലക്ച്വേഷൻസ് ഈ മേഖലയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പരിശ്രമിക്കുമ്പോൾ ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി ചർച്ച ചെയ്യുന്നതിനും അത് ബന്ധപ്പെട്ട തലങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രത്യേകിച്ച് സർക്കാരുകളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ആ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുമൊക്കെ ഒരു സംഘടന എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അംഗങ്ങളുടെ മുഴുവനായിട്ടുള്ള, അതുപോലെ സംഘടനയുടെയും അതുപോലെ തന്നെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അത് നേടിയെടുക്കുന്നതിനൊക്കെ സഹായകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും AKDAയുടെ ഇങ്ങനെയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തോമസ് ചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അത് സമ്മതിച്ചത്. ഇവിടെ ഈ പരിപാടി ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തതിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്.
ഇവിടെ ജക്കപ്പേട്ടനും മറ്റു നേതാക്കന്മാരും ഒക്കെ സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദീകരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് സണ്ണി വർഗീസ് അധ്യക്ഷനായിരുന്നു. എന്ത് പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ജില്ലയിലും നമ്മുടെ കരുത്തുണ്ട്, അവന് സ്റ്റേറ്റിലും കരുത്തുണ്ട്. പിന്നെ നമ്മളെ സ്വന്തം ബിരുചേട്ടൻ എന്ന് പറഞ്ഞാൽ മെയിൻ കാര്യം എന്നെ സ്വന്തം പറയാമെങ്കിൽ ഈ അങ്കമാലി യൂണിറ്റ് രൂപീകൃതമാകുന്നതിന് ഒരു പരിധി വരെ കാരണദൂതനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് എനിക്കറിയില്ല. 16 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു അങ്കമാലിയിൽ ഒരു 4-5 ഡിസ്ട്രിബ്യൂട്ടർമാരാണ് മെമ്പേഴ്സ് ആയിട്ടുണ്ടായുള്ളൂ. അവർ ആലുവയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ ബിരിജൻ ഓർമ്മയ്ക്ക് തരാൻ പാടില്ല, നമ്മൾ എൻപവർ ക്യാമ്പ് എന്നൊരു ക്യാമ്പ് എറണാകുളത്ത് വെച്ച് നടത്തേണ്ടത്. അപ്പോൾ ഞാനും ബിനിച്ചേൻ വേറെ ഒരാളും കൂടി ഒരുമിച്ചാണ് ബിനിച്ചേൻ്റെ കാറിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ കാറിലെ യാത്രാമധ്യയാണ് ബിനിച്ചേൻ പറയുന്നത്, നിങ്ങൾ അങ്കമാലിയിൽ ഇത്രയും നല്ലൊരു ടൗണും പരിസര പ്രദേശം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ യൂണിറ്റ് രൂപീകരിക്കാത്തത്? അപ്പോൾ ആ ഒരു ത്രെഡ് അന്ന് ബിനിച്ചേൻ ഇട്ട് തന്നില്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും വൈകിയാനെ. അപ്പോൾ നമ്മൾ ആ ഒരു ത്രെഡ് ഇട്ടപ്പോൾ വളരെ ചിന്തിച്ചു. അങ്ങനെയാണ് 16 വർഷം മുമ്പ് അങ്കമാലിയിൽ വളരെ ഭംഗിയായിട്ട് യൂണിറ്റ് രൂപീകൃതമാകുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് AKDAയുടെ പുതിയ ഭാരവാഹികളെ ആദരിച്ചു. ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. വ്യാപാര വ്യവസായ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുകിട വ്യാപാര വ്യവസായ മേഖല അടക്കം AKDA അടക്കം വലിയ പ്രതിസന്ധികളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആഗോള നയങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അവഗണനയും വ്യാപാരി സമൂഹത്തിന് ഏറെ ഗുണകരമായിട്ടുള്ളൊരു സമീപനമല്ല ഉള്ളത്. അത് വലിയ ഒരു പ്രതിസന്ധി നമ്മളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞു നടക്കുന്നത് കേരളത്തിലെ ഈ AKDA അടക്കം കേരളത്തിലെ ഏതാണ്ട് 10 ലക്ഷം വരുന്ന വ്യാപാരി കൂട്ടം ഏകോപന സമിതിയുടെ കൊടിക്കീഴിൽ പ്രവർത്തിച്ചു പോരുകയാണ്. അങ്കമാലി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോണി കുര്യാക്കോസ്, AKDA സംസ്ഥാന പ്രസിഡന്റ് ബിനു മഞ്ഞളി, ജില്ലാ പ്രസിഡന്റ് ആൻഡ്രു മാത്യു, ജില്ലാ ജനറൽ സെക്രട്ടറി N സൂരജ്, ജില്ലാ ട്രഷറർ മോഹൻകുമാർ, മേഖലാ ജനറൽ സെക്രട്ടറി തോമസ് കുര്യാക്കോസ്, തദ്ദേശ വാർഡ് മെമ്പർ KS ഷിഹാബ്, മേഖലാ ട്രഷറർ സോജി പാലാട്ടി എന്നിവർ പ്രസംഗിച്ചു. പ്രകാശമുണ്ടല്ലോ, അപ്പോൾ പ്രകാശമുണ്ട്, ഇരുട്ടില്ല എന്ന പുള്ളി പറയുന്നത്. അതായത് ഇരുട്ട് പ്രകാശം വരുമ്പോൾ നമ്മൾ കാണുന്നു, പ്രകാശം നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ സൂര്യൻ പ്രകാശം അടിക്കുമ്പോഴേ നമ്മൾ പ്രകാശം കൊണ്ട് വരികയാണ്. അതുപോലെ ടോർച്ച് അടിച്ചാൽ പ്രകാശം നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അതേസമയം ഒരു ഇരുട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇരുട്ട് നമുക്ക് ടോർച്ചാക്കിയോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയാക്കിയോ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇരുട്ടില്ല, പ്രകാശമാണുള്ളത് എന്നാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകാശം നന്മയാണ്, അതുപോലെ ഇരുട്ട് തിന്മയാണ്. അപ്പോൾ പ്രകാശം പരത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും നമ്മുടെ സംഘടനയിലായാലും നമ്മൾ പ്രകാശം പരത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഒരുപാട് സംഘടനകളുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഉണ്ട്, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഒരുപാട് എല്ലാ മേഖലയ്ക്കും മേഖല സംഘടനകളുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഈ സംഘടനകൾ വരുംതോറും നമ്മുടെ കഴിവുകൾ, നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാനും കൂടുതൽ അതിന് ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മേഖല ഒരു പ്രൊഡക്ഷൻ, അതുപോലെ മാർക്കറ്റിംഗ്, അതുപോലെ സെയിൽസ്. അതിൽ ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ നാട്ടിൽ അതിന് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകൾ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ തുടങ്ങും. അത് ശരിക്കും അവർ കാണിക്കുന്നത് ശരിയായ രീതിയല്ല. കാരണം എന്താ വെച്ചാൽ, ഈ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കുക, മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഡിസ്ട്രിബ്യൂഷനിൽ ശ്രദ്ധിക്കുന്നവർ അതിൽ ശ്രദ്ധിക്കുക, സെയിൽസിൽ ശ്രദ്ധിക്കുന്ന വ്യാപാരികൾ സെയിൽസിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കുന്ന ആൾ മാർക്കറ്റിങ്ങിലും ഡിസ്ട്രിബ്യൂഷനും പോയാൽ എന്ത് പറ്റും? പ്രൊഡക്ഷൻ അവിടെ മോശമാവും. സംഘടനയിൽ പുതിയതായി അംഗത്വമെടുത്തവർക്ക് സ്വീകരണവും ലക്കി ഫാമിലി നറുക്കെടുപ്പും നടന്നു. ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ്. ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മനസ്സ് നിറയെ മാംഗല്യം,
മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. 70 years of trust. ഗുണനിലവാരമുള്ള പാദരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി.